മക്കളെല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വാഴക്കൂമ്പും കടലപ്പരിപ്പും കൊണ്ടൊരു ടേസ്റ്റി ഹെൽത്തി തോരൻ തയ്യാറാക്കിയിരിക്കണം. പല രീതിയിൽ നമ്മൾ വാഴക്കൂമ്പ് കൊണ്ട് തോരൻ തയ്യാറാക്കും. ഇതൊരു പ്രത്യേക രീതിയാണ്, വളരെ രുചിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. വീണ്ടും കൂമ്പ് കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് എല്ലാവരും ആവശ്യപ്പെടും. അപ്പോൾ ഈ കൂമ്പ് വെച്ച് ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. അത്രയ്ക്ക് ടേസ്റ്റും ഹെൽത്തിയുമാണ്. അപ്പോൾ ചോറ് കഴിക്കാൻ ഇത് വളരെ നല്ലതാണ്, കഞ്ഞി കുടിക്കാനും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീട്ടിലെ പാളയംതോടൻ വാഴയുടെ കൂമ്പാണ് 2 ദിവസം ഇത് അടത്തി വെച്ചിട്ട് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ ഈ തോരനായിട്ട് തിരഞ്ഞെടുക്കുന്നത് പാളയംതോടൻ പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ ഏത്തവാഴയുടെ കൂമ്പ്. വാഴക്കൂമ്പെന്നും പല പേരുകൾ പല സ്ഥലങ്ങളിൽ പറയും, നമ്മളിവിടെ വാഴക്കൂമ്പെന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് എടുത്തിരിക്കുന്നത് പാളയംതോടൻ കായുടെ കൂമ്പാണ്. അപ്പം നമ്മളിതിൻ്റെ പുറം തോടെല്ലാം നമ്മൾ ഇതിനങ്ങ് ഇളക്കി കളയും കേട്ടോ. അപ്പോൾ ഇതിൽ ചേർക്കാനായിട്ടൊരു 2.5 ടേബിൾ സ്പൂണാണ് നമ്മൾ കടലപ്പരിപ്പ് എടുത്തിട്ട്. ഇത് നമ്മൾ കുതിർത്ത് വെച്ചായിരുന്നു ഒന്നുകൂടെ എളുപ്പമായിരുന്നു വേവാൻ. അപ്പോൾ ഞാൻ കുതിർത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴുകി നമ്മൾ 1 ഇഞ്ച് പൊക്കത്തിൽ വെള്ളം വെക്കണം. ഇത് വെന്ത് വരണമല്ലോ, അതിനായിട്ട് വെള്ളം അത്യാവശ്യം വെക്കണം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ കൂമ്പെല്ലാം കഴുകി കൊണ്ടുവന്ന് നമ്മളിതിൻ്റെ അടിഭാഗം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയില്ല, അവരൊക്കെ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിച്ച് പോകുന്നവരാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ കൂമ്പുള്ള അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം തയ്യാറാക്കാനായിട്ട് ഇതൊക്കെ നമുക്ക് വളരെ പ്രയോജനം ചെയ്യും കേട്ടോ. അപ്പോൾ അതിനാണ് ഞാനിത് കാണിച്ചാണ്ട് ഇതേ രീതിയിൽ ചുണ്ട് നമ്മൾ ഒതുക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ കൊത്തണം. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇളകി ഇതിൻ്റെ ഇതളുകളിങ്ങ് ഇളകി മാറും. അതുകൊണ്ട് ഇങ്ങനെ ഒതുക്കി വെച്ച് നമ്മൾ സൈഡ് ചേർത്ത് ഇങ്ങനെ ചരിച്ച് വെച്ചാണ്ട് ഇതേ രീതിയിൽ കൊത്തണം കേട്ടോ. അപ്പോൾ കൊത്തി വരുമ്പോൾ അതിൻ്റെ ഉള്ളുഭാഗം നല്ല കിളർന്ന് ഇതിൻ്റെ പിണ്ടിയാണ് കേട്ടോ. ആ പിണ്ടിയും കൂടെ ചേർത്ത് നമ്മളിങ്ങനെ കൊത്തിപ്പൊടിച്ച് എടുക്കുമ്പോൾ ആ പിണ്ടിക്ക് ഇച്ചിരി നാരുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിൻ്റെ പൂവും കൂടെ ചേർത്ത് പൂവും നമ്മൾ എടുക്കും. അങ്ങനെ ഇതേ രീതിയിൽ മൊത്തം നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആരല്ല അതിൻ്റെ നൂലെല്ലാം നമ്മളാണ് ഇതേ രീതിയിൽ ആ പിണ്ടിയുടെ നൂലാണ് കേട്ടോ. ഇങ്ങനെയെല്ലാം നമ്മളങ്ങ് എടുത്ത് നമ്മൾ വെളിച്ചെണ്ണ പരട്ടണം കയ്യിൽ കേട്ടോ, അല്ലെ കറ പറ്റും ഈ സമയത്ത്. അപ്പം നമ്മളിത് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കും, ഒരു 10 മിനിറ്റ് വെക്കും കേട്ടോ. കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമ്മൾ 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളിത് കഴുകി ഇതിൻ്റെ കറയൊക്കെ കളഞ്ഞ് കണ്ടില്ലേ നമ്മൾ കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു വലിയ സവാള, ഒരു 5 അല്ലി വെളുത്തുള്ളി, എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു 2-3-4 ചെറിയ ഉള്ളി, 3-4 വറ്റൽമുളക്. പിന്നെ ഇതിന് ചേർക്കാനായിട്ട് ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ, ഇച്ചിരി തേങ്ങ കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ 2-3 എരിവുള്ള പച്ചമുളക്. പിന്നെ ഇതിനായിട്ട് നമ്മൾ 1/4 ടീസ്പൂൺ ജീരകം പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല ജീരകമാണത്, ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, 1/2 ടീസ്പൂൺ കടുക് ഇട്ട്. നമുക്ക് തോന്നും അലുമിനിയം ആണെന്ന് കേട്ടോ, ഇത് ഇൻഡാലിയമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട്, ചെറിയ ഉള്ളി ഇടുമ്പോഴതിന് മണവും ടേസ്റ്റും കിട്ടും. അതിനാണ് നമ്മൾ ചെറിയ ഉള്ളി ഇട്ടൊന്ന് മൂപ്പിക്കുന്നത്. പിന്നെ വറ്റൽമുളക് ഇട്ടു, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തു നമ്മൾ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമ്മളിങ്ങനെ ചതച്ച് ചേർത്ത് ഇതിനകത്തിട്ട് മൂപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ഫ്ലേവറുമാണ്. സാധാരണ നമ്മൾ അരപ്പിനകത്തിട്ട് ചതയ്ക്കുവാണ് ചെയ്യാറ്. പിന്നെ നമ്മുടെ സവാള 4ആയിട്ട് കീറി സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. പലതവണ നമ്മൾ ഉപ്പ് ചേർത്തു, അപ്പോൾ കൂടുതലാണെന്ന് തോന്നും, കൂടുതലില്ല കേട്ടോ, ആവശ്യത്തിന് നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു പിഞ്ച് ഉപ്പ് വീണ്ടും നമ്മുടെ ഇതിനൊന്ന് ഉപ്പ് വേണമല്ലോ, പിഞ്ച് ഉപ്പ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അതും കൂട്ടിപ്പെട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് നമ്മുടെ വെളിച്ചെണ്ണ കൂട്ടിനകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കത്തേ ഉള്ളൂ. എണ്ണ നമ്മുടെ വറവെല്ലോടും പറ്റാൻ വേണ്ടി നമ്മൾ വെള്ളം ഇതിനകത്ത് ഒഴിക്കത്തേ ഇല്ല, വെള്ളം ഒരു തുള്ളി പോലും ചേർക്കരുത്. നമ്മുടെ ഇതിനകത്തുള്ള വെള്ളവും നമ്മുടെ എണ്ണയും ആവിക്കകത്താണ് നമ്മുടെ ഈ വാഴക്കൂമ്പ് വേവേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇത് അടച്ചു വെച്ച് 3 മിനിറ്റ് ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം, അടിക്ക് പിടിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ നല്ല തുറന്ന് നോക്കി, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല 1/4 ഭാഗത്തോളം നമ്മുടെ കൂമ്പ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ നടുക്കേക്ക് നമ്മുടെ ചതച്ച് കൊണ്ട് ചെറിയ തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കണം. നടുക്ക് കൂട്ടി വെച്ച് ഇട്ട് കൊടുത്ത് നമ്മൾ കൂട്ടി വെക്കണം. അപ്പോൾ ഇനി ഈ തേങ്ങയ്ക്കകത്തുള്ള തേങ്ങാപ്പാലിൻ്റെ വെള്ളവും എല്ലാം കൂടി ചേർന്ന് ഒന്നുകൂടി ഇത് കൂട്ടി ചേർന്നങ്ങ് വേവണം. അപ്പോൾ നമ്മുടെ അരപ്പ് വേവണം കേട്ടോ, കൂട്ടി ഇളക്കരുത്. ഇപ്പം തന്നെ നടുക്കിട്ട് ഇങ്ങനെ കൂട്ടി വെച്ച് ഒന്ന് വേവിച്ചതിന് ശേഷം അവി വന്നതിന് ശേഷം നമ്മൾ കൂട്ടി ഇളക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതിന് ചുവയായിരിക്കും കേട്ടോ, പച്ച ചുവ നന്നായിട്ട് വരും.
അപ്പോൾ കണ്ടില്ല, നമ്മൾ തുള്ളി വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നമ്മളിതെല്ലാം വെന്തു അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല ടേസ്റ്റും ഉണ്ട്, ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് കൂട്ടി വെച്ച് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചായിരുന്നു കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ നോക്കി, ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഉണ്ട്. ഒന്നുകൂടെ ഒന്ന് കൂട്ടി യോജിക്കാൻ വേണ്ടി വെച്ച് ഈ സമയത്ത് നമ്മുടെ പരിപ്പ് വേണ്ട വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തങ്ങ് അലർത്തു പോകരുത്, ഇതേ രീതിയിലേ വേവാവുള്ളൂ. ഉടയുമ്പം കയ്യിൽ ഉടഞ്ഞു കിട്ടണം. അപ്പോൾ നമുക്കിത് കഴിക്കുമ്പം നമുക്ക് കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സമയത്ത് നമ്മളിതിൻ്റെ നടുക്കോട്ടിട്ട് കൂട്ടി ഇളക്കി, ഇതിനകത്തൊരു തുള്ളി വെള്ളമുണ്ട് കേട്ടോ, അതുകൂടെ ചേർന്നങ്ങ് ഇതിനകത്ത് ചേരാൻ വേണ്ടി ഇച്ചിരി വെള്ളം വേണം. അപ്പോൾ അതിനകത്തുള്ള വെള്ളം കൂടി ചേർത്ത് നമ്മളങ്ങ് ഒഴിച്ചു കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വെക്കും കേട്ടോ. അടച്ചു വെക്കുമ്പോഴാണ് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിക്കുന്നത്. അപ്പോൾ വളരെ രുചിയാണ് മക്കളെ, കണ്ടില്ലേ. നമ്മൾ കൂട്ടി യോജിച്ച് വീണ്ടും തുറന്ന് നോക്കി ഇനി നമ്മൾ ഇളക്കി, നമ്മുടെ കണ്ടില്ലേ നല്ല കുഴയാതെയും നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കൂമ്പിൻ്റെ കളറൊന്നും മാറാതെ നല്ല അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി മക്കളെ, കണ്ടില്ലേ. അപ്പം നമ്മൾ 1-2 പ്രാവശ്യം അടച്ച് വീണ്ടും തുറന്നും വെച്ചു. നമ്മളതൊന്ന് വേവിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മണം കിട്ടാൻ വേണ്ടി എന്നിട്ട് ഇതെല്ലാം കൂട്ടി ഇളക്കി യോജിപ്പിച്ച്. അപ്പം നമ്മുടെ കണ്ടില്ലേ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പ് കടലപ്പരിപ്പ് തോരൻ ഇവിടെ റെഡിയായി മക്കളെ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്തിട്ടില്ലാത്തവർ. ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഞാൻ ചോറാണ് കഴിക്കുന്നത്. അപ്പം അല്ല, ചോറിന് വേണ്ടിയാണ്, ചോറും കഞ്ഞിക്കും കഴിക്കാൻ നമുക്ക് കേട്ടോ. അതിനെ ഞാൻ പറഞ്ഞു ചോറാണ് കഴിക്കുന്നത്. ചോറിൻ്റെ കൂടെ ഞാൻ കഴിച്ചു, വളരെ ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് മാത്രം കഴിക്കാനും നല്ലതാണ്, കോരി കഴിക്കാൻ നല്ലതാണ്. വലിയ എരിവൊന്നും നമ്മളധികം കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ടും ഒക്കെ നമ്മൾ അധികം എരിവൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാനിതെല്ലാം സെർവിങ് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റുന്നുണ്ട്. മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. പഴയതുപോലെ കമൻറ്റും ലൈക്കും ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും ചെയ്ത് ഓളെന്ന ഓപ്ഷനൂടെ കൊടുത്ത് ഹൈപ്പും ചെയ്ത് അമ്മയെ സഹായിക്കണം. കണ്ടില്ലേ. അപ്പം ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. കാലാവസ്ഥയൊക്കെ വളരെ പ്രതികൂലമാണ്. അപ്പോൾ മക്കളെ, അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും ഈ അമ്മയുടെ നന്ദി, നമസ്കാരം.